ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? തമിഴ്നാട്ടിലെ പ്രശസ്തമായ പഴനിമുരുക ക്ഷേത്രത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ തൃശ്ശൂരിലും ഉണ്ട് ഒരു ക്ഷേത്രം, ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, നമ്മുടെ കേരള പഴനി. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഭംഗിയും യാത്രാ സൗകര്യവും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരെ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പടികൾ കയറിയും അല്ലെങ്കിൽ നമ്മുടെ തന്നെ വണ്ടിയിലും പോകാവുന്നതാണ്. ഏകദേശം 239 പടികളുണ്ട്. അതുകൊണ്ട് തന്നെ പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർ വണ്ടിയിൽ തന്നെ പോകുന്നതാണ് കേട്ടോ നല്ലത്. ഈ ക്ഷേത്രത്തിന് വളരെ മനോഹരമായ ഒരു ചരിത്രം കൂടിയുണ്ട് കേട്ടോ. അതെന്താണെന്നറിയാവോ? ദേവാസുര സമരത്തിന് ശേഷം പാലാഴി മദനത്തിൽ നിന്ന് ലഭിച്ച അമൃതം മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച് ദേവന്മാർക്ക് മാത്രം നൽകി പോലും അസുരന്മാർക്ക് ഒന്നും കിട്ടിയില്ല. ഇത് കണ്ട മുരുകൻ, അതായത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി, വിഷമിച്ചു. മാതാപിതാക്കളായ ശിവനും പാർവതിയും പോലും തൻ്റെ പക്ഷത്ത് ഇല്ലല്ലോ എന്ന് കരുതി. ഇത് കാരണം വിഷമിച്ച് പ്രകോപിതനായി അദ്ദേഹം വീട് വിട്ടു പോയിട്ട് തമിഴ്നാട്ടിലെ പഴനിയിൽ പോയി താമസിച്ചു അത്രേ. എന്നാൽ കേരളത്തിലെ വിശ്വാസപ്രകാരം അദ്ദേഹം ഇതേ സമയത്ത് തന്നെ നമ്മുടെ തൃക്കൂർ മലയിലും പ്രത്യക്ഷപ്പെട്ടു പോലും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ഇന്ന് കേരള പഴനി എന്നറിയപ്പെടുന്നു. എത്ര മനോഹരമായ കഥകളാണല്ലേ നമുക്ക് ചുറ്റും ഉറങ്ങിക്കിടക്കുന്നത്. ഇവിടുത്തെ പ്രധാന ദേവൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ആണെങ്കിൽ കൂടി ശിവനും പാർവതിയും ഗണപതിയും അയ്യപ്പനും ശ്രീരാമനും ഹനുമാനും നാഗദേവതകളും എല്ലാം ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ശക്തി ഒരേ സമയം ഭക്തിയുടെയും കുടുംബ സൗഹൃദത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കേന്ദ്രമായി മാറുന്നു. എല്ലാ ദിവസവും ദർശനത്തിനായി ഭക്തർ ഇവിടെ എത്തുന്നുണ്ടെങ്കിലും തൈപ്പൂയ മഹോത്സവമാണ് ഏറ്റവും വലിയ ആഘോഷമായിട്ട് ഇവിടെ നടക്കാറ്. ആ സമയത്ത് ഈ മലയുടെ മുകളിൽ ഒരുപാട് ഭക്തർ എത്തും. കാവടിയും ഭക്തിഗാനങ്ങളും ഒക്കെയായി അവരിവിടെ തന്നെ ഉണ്ടാകും. വളരെ മനോഹരമായ ഒരു ആഘോഷമാണ് ഇതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടുത്തെ ഭക്തർ കുട്ടികളുടെ ആദ്യത്തെ മുടിവെട്ടലൊക്കെ ഇവിടെ നടത്താറുണ്ട്. തലമുണ്ടനം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടിലൊന്നാണ്. പിന്നെ കാവടി, വടംവലി, ചങ്ങിലേലം തുടങ്ങിയ ആഘോഷങ്ങളും ഒക്കെ ഇവിടെ നടത്താറുണ്ട് കേട്ടോ. രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയും തലമുടി വഴിപാടുകൾക്ക് 6:30 മുതൽ 9:30 വരെ രാവിലെയും ആണ് നടത്താറുള്ളത്. ഇതൊന്നും കൂടാതെ തമിഴ്നാട്ടിലെ അതേ രീതിയിൽ തന്നെ വളരെ ഭംഗിയായി മനോഹരമായിട്ട് ഈ ക്ഷേത്രം പണിത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. പിന്നെ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും പച്ചപ്പും മലഞ്ചെരിവുകളും കാറ്റിൻ്റെ ശബ്ദവും ആ കാറ്റിൻ്റെ ആ ഒരു തണുപ്പും എല്ലാം കൂടി ഒരു ഭയങ്കര ആത്മീയമായ ഒരു അനുഭവം തന്നെ നമുക്ക് കിട്ടും. ക്ഷേത്രം മാത്രമല്ല, പ്രകൃതിയുടെ സ്വന്തം തീർത്ഥാടന കേന്ദ്രം പോലെ തോന്നും കേട്ടോ നമുക്കിവിടെ എത്തുമ്പോൾ. അത് നിങ്ങൾക്കിതിന് മുകളിൽ ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ്. ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനമൊക്കെ നന്നായിട്ട് നടത്താൻ പറ്റി, കാവടി എടുക്കാൻ പറ്റി. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഭാരതത്തിലെ 108 മുരുക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ നാട്ടുകാരെല്ലാം വിശ്വസിക്കുന്നത് ഇവിടെ ചെയ്യുന്ന നേർച്ചകൾ പഴനിയിലെ നേർച്ച പോലെ തന്നെ തുല്യമായ ഫലമാണ് നൽകുന്നതെന്നാണ്. തമിഴ്നാട്ടിലെ പഴനി കാണാൻ കഴിയാത്തവർക്ക് കേരളത്തിൽ തന്നെ ഈ ഒരു പഴനി, തൃശ്ശൂരിലെ കേരള പഴനി, ചരിത്രവും ഭക്തിയും പ്രകൃതി സൗന്ദര്യവും ഒന്നിക്കുന്ന ഈ ക്ഷേത്രം നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കാണേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണുന്നവരുണ്ട്. അവരൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.